ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം മുതൽ 11-ാം വാക്യം വരെ. വെളിപ്പാട് 2-ാം അധ്യായം 8-ാം വാക്യം മുതൽ 11-ാം വാക്യം വരെ. സ്മുർണയിലെ സഭയുടെ ദൂതന് എഴുതുക. മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിക്കുകയും ചെയ്ത ആദ്യനും അന്ത്യനുമായവൻ അരുളി ചെയ്യുന്നത്: ഞാൻ നിന്റെ കഷ്ടതയും ദാരിദ്ര്യവും, നീ ധനവാനാകുന്നു താനും, തങ്ങൾ യഹൂദന്മാർ എന്ന് പറയുന്നുവെങ്കിലും യഹൂദരല്ല, സാത്താന്റെ പള്ളിക്കാരായവരുടെ ദൂഷണവും അറിയുന്നു. നീ സഹിപ്പാനുള്ളത് പേടിക്കണ്ട. നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാച് നിങ്ങളിൽ ചിലരെ തടവിലാക്കുവാൻ പോകുന്നു. 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവമുണ്ടാകും. മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ ഞാൻ ജീവകിരീടം നിനക്ക് തരും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് 2-ാം മരണത്താൽ ദോഷം വരികയില്ല. സ്മുർണയിലെ സഭയ്ക്ക് യേശുക്രിസ്തു നൽകിയ സന്ദേശമാണ് നാം വായിച്ചു കേട്ടത്. കഴിഞ്ഞ ക്ലാസ്സിൽ എഫെസോസിലെ സഭയ്ക്ക് നൽകിയ സന്ദേശമാണ് നാം പഠിച്ചത്. എഫെസോസിന് തൊട്ടടുത്ത് കിടക്കുന്ന ഒരു പട്ടണമാണ് സ്മുർണ എന്ന് പറയുന്നത്. അതിന് തൊട്ടടുത്ത് കിടക്കുന്നതാണ് പെർഗമോസ്. ഏഷ്യ മൈനർ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ടർക്കി. ടർക്കിയിലാണ് ഈ സ്ഥലങ്ങളെല്ലാം ഉള്ളത്. അതിൽ സ്മുർണ നടുക്കായിട്ടും വടക്കും കിഴക്കുമായിട്ട്, അല്ലെങ്കിൽ ഇടത്തും വലത്തുമായിട്ട് എഫെസോസിനെയും പെർഗമോസിനെയും കാണാനായിട്ട് സാധിക്കും. ഇന്നും ആ സ്ഥലം സന്ദർശിക്കുന്ന ആളുകൾക്ക് ഈ പട്ടണങ്ങളുടെ അവശിഷ്ടങ്ങളും ഒക്കെ ദർശിക്കുവാനായിട്ട് സാധിക്കും. നമുക്ക് ഈ സ്മുർണയിലെ സഭയ്ക്ക് കർത്താവ് എഴുതിയ സന്ദേശം പരിശോധിക്കാം. സ്മുർണ എന്ന പദത്തിൻ്റെ അർത്ഥം കയ്പ് എന്നാണ്. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ബിറ്റർ. ആൻഡ് ഇറ്റ് ഈസ് റിലേറ്റഡ് ടു മീർ. മൂറെന്ന് പറയുന്ന സുഗന്ധ വസ്തുവിനെ കുറിച്ച് പഴയ നിയമത്തിലും കർത്താവായ യേശുക്രിസ്തുവിനെ കാണാൻ വന്ന വിദ്വാൻമാർ പൊന്നെ മൂര്, കുന്തിരുക്കം കാഴ്ചവെച്ചു. അതിലെ മൂര് എന്ന് പറയുന്ന സുഗന്ധദ്രവ്യമാണ് സ്മുർണ. അതിൻ്റെ ടേസ്റ്റ് കയ്പാണ്. എബ്രായ ഭാഷയിൽ മൂർ എന്നും ഗ്രീക്ക് ഭാഷയിൽ സ്മുർണ രണ്ടും ഒരേ കാര്യം തന്നെയാണ്. അറബി രാജ്യങ്ങളിലൊക്കെ ഈ മരം നമുക്ക് കാണാനായിട്ട് കഴിയും. അതിൽ നിന്നാണ് മൂറ് കളക്ട് ചെയ്യുന്നത്. രൂത്തിന്റെ പുസ്തകത്തിൽ നവോമി പറയുന്നുണ്ട്, എന്നെ ഇനി നവോമി എന്നല്ല മാറ എന്നാണ് വിളിക്കേണ്ടത്. സർവശക്തൻ എന്നോട് കയ്പായുള്ളത് ചെയ്തിരിക്കുന്നു. ഇസ്രായേൽ മക്കളുടെ പ്രയാണത്തിലും മാറ നമ്മൾ കാണുന്നുണ്ട്, കയ്പ്. അപ്പോൾ കയ്പെന്നുള്ളതാണ് സ്മുർണ എന്ന് പറയുന്ന പദത്തിൻ്റെ അർത്ഥം എബ്രായ ഭാഷയിലും ഗ്രീക്ക് ഭാഷയിലും. അപ്പോൾ എന്താണ് കയ്പ് ഈ സഭയിൽ വരാൻ, അല്ലെങ്കിൽ ഈ പേരിങ്ങനെ വരാൻ കാരണം എന്ന് നമുക്ക് പരിശോധിക്കാം. അതിനു മുമ്പ് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയ കാര്യം ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തട്ടെ. ഈ സഭയിരുന്ന പട്ടണം ഇന്നും ടർക്കിയിൽ സജീവമായിട്ടിരിക്കുന്നു. ഒരു സജീവ സമൂഹം അവിടെ നിലനിൽപ്പുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അവിടെ സന്ദർശിക്കുന്ന ആളുകൾക്ക് ഇപ്പോഴും ഇത് കാണാനായിട്ട് സാധിക്കും. പക്ഷെ ഇപ്പോൾ സ്മുർണ എന്നല്ല ആ സ്ഥലം അറിയപ്പെടുന്നത്. ടർക്കിഷ് നെയിം അതിനിപ്പോൾ ഇസ്മിർ, IZMIR, ഇസ്മിർ എന്നാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത്. അതൊരു ഹാർബറാണ്, ഒരു കൊമേഴ്ഷ്യൽ സെൻ്ററാണ്, ഒരു വ്യാപാര കേന്ദ്രമാണ്. വളരെ മനോഹരമായിട്ടുള്ളൊരു പട്ടണമാണ്. അവിടെ ധാരാളം ക്ഷേത്രങ്ങളും സ്റ്റേഡിയങ്ങളും തിയേറ്ററുകളും സംഗീത കേന്ദ്രങ്ങളും ഒക്കെ കാണാനായിട്ട് സാധിക്കും. നമുക്ക് പരിചയമുള്ള സഭാപിതാവായ പോളികാർപ്പ്, നമ്മുടെ അപ്പോസ്തലനായ യോഹന്നാൻ്റെ പിൻഗാമിയായിരുന്ന, അദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻ്റായിരുന്ന പോളികാർപ്പ് ഈ പട്ടണത്തിൽ വെച്ചാണ് രക്തസാക്ഷിത്വം വഹിച്ചത് AD 155. അതുകൊണ്ട് സജീവമായിട്ട് പ്രവർത്തനത്തിൽ ഇരിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് സ്മുർണ, ഇപ്പോഴത്തെ ഇസ്മിർ എന്നുള്ള കാര്യം ഓർക്കുക. ടർക്കി സന്ദർശിക്കാൻ ചെല്ലുന്ന ആളുകൾക്ക് അവിടെ ഒരു പ്രധാനപ്പെട്ട എയർപോർട്ട് കാണാൻ സാധിക്കും. ആ എയർപോർട്ടിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിച്ചാൽ നമുക്ക് എഫെസോസിലും അവിടെ നിന്ന് പെർഗമം എന്നാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്, ആ സ്ഥലത്തിലും ഒക്കെ എത്താനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഈ സ്ഥലങ്ങളൊക്കെ നമുക്ക് ലൊക്കേറ്റ് ചെയ്യാനും അതിൻ്റെ അവശിഷ്ടങ്ങൾ കാണാനും ഒക്കെ കഴിയും എന്നുള്ള കാര്യം ഓർത്തിരിക്കുന്നത് നല്ലതാണ്.
എഫെസോസ് എന്നൊരു കൽക്കൂമ്പാരമായിട്ട് ഒരു മൗണ്ടായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ ഇസ്മിർ അല്ലെങ്കിൽ മുർണ എന്ന് പറയുന്നത് ഒരു സജീവ സമൂഹവുമായിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ്. സ്മുർണയിലെ സഭ വിശ്വാസത്തിനു വേണ്ടി കഠിനമായി പീഡിപ്പിക്കപ്പെട്ട ഒരു സഭയായിരുന്നു. അതുകൊണ്ടായിരിക്കാം ഈ സഭയ്ക്ക് കയ്പ് എന്നുള്ള പേര് തന്നെ ഉണ്ടായത്. പോളികാർപ്പിനെ ശിരച്ഛേദം ചെയ്ത കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയല്ലോ. നാം സന്ദേശത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ പാറ്റേൺ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ യേശു തന്നെ പരിചയപ്പെടുത്തുന്നു, അഭിനന്ദിക്കുന്നു, കുറ്റം കാണിച്ചു കൊടുക്കുന്നു, ഉപദേശം പറയുന്നു, അവർക്ക് വെല്ലുവിളി കൊടുക്കുന്നു. ആ പാറ്റേൺ നിങ്ങൾ ഓർക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ കഠിന പീഡനം കൊണ്ടായിരിക്കാം യേശു ഈ സന്ദേശം തുടങ്ങുന്ന സമയത്ത് ഈ സഭയ്ക്ക് തന്നെ പരിചയപ്പെടുത്തുമ്പോൾ ഇങ്ങനെയാണ് 8-ാം വാക്യത്തിൽ നാം വായിച്ചത്: മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിക്കുകയും ചെയ്ത ആദ്യനും അന്ത്യനുമായവൻ അരുളി ചെയ്യുന്നത്. സന്ദേശം തുടങ്ങുമ്പോൾ തന്നെ യേശു തന്റെ മരണവും പുനരുദ്ധാനവും ഓർമ്മപ്പെടുത്തുന്നു. കാരണം ഇവിടുത്തെ വിശ്വാസികൾ മരണം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഓരോ ദിവസവും ജീവിച്ചിരുന്നത്. കർത്താവായ യേശുക്രിസ്തു ദൈവജനം അനുഭവിക്കുന്ന, അവർ കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങൾ എന്തു തന്നെ ആയിരുന്നാലും അതുമായിട്ട് ഏകീഭവിക്കുന്നതിന് താൻ സന്നദ്ധനാണ് എന്ന് നമ്മെയും ആ സഭയിലുള്ളവരെയും ഓർമ്മപ്പെടുത്തുന്നു. ഇത് എത്ര ആശ്വാസകരമാണെന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. മരിച്ചവനായിരുന്നു, പീഡിപ്പിച്ച് തന്നെ കൊന്നു, അതുകൊണ്ടാണ് മരിച്ചവനായിരുന്നു, എന്നാൽ വീണ്ടും ജീവിക്കുകയും ചെയ്ത ആദ്യനും അന്ത്യനും മരണമില്ലാത്തവനായി മാറിയ ഞാൻ. നിങ്ങളും പീഡനത്തെ ഭയപ്പെടേണ്ടതില്ല. പീഡനത്തിൽ കൂടി കടന്നുപോയി ഇപ്പോൾ ഒരു കയ്പൊക്കെ ഉണ്ടായിരുന്നാലും യേശുവിനെ ക്രൂശിൽ കിടന്നപ്പോൾ വേദന സംഹാരിയായിട്ട് കുടിക്കാൻ കൊടുത്തതിനകത്ത് മൂർ കലക്കിയിരുന്നു. അതുകൊണ്ട് അതെല്ലാം ബന്ധപ്പെട്ട് കിടക്കുകയാണ്. മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിക്കുകയും ചെയ്ത ആദ്യനും അന്ത്യനുമായവൻ അരുളി ചെയ്യുന്നത്. മുർണയിലുള്ള ആളുകൾക്ക് അത് കേട്ടപ്പോൾ തന്നെ ഒരു ഉത്സാഹവും ജീവനും ഉണ്ടായി കാണാൻ സാധ്യതയുണ്ട്. കഷ്ടതയിൽ കൂടി കടന്നു പോകുന്ന ആരെങ്കിലും, കയ്പിന്റെ അനുഭവങ്ങൾ കൂടി കടന്നു പോകുന്ന, മാറയുടെ അനുഭവങ്ങൾക്ക് കടന്നു പോകുന്ന ആരെങ്കിലും എന്നെ ശ്രവിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്, നമ്മോടാണ് കർത്താവ് പറയുന്നത്. നമ്മുടെ കഷ്ടത അങ്ങേ അറ്റം വരെ ചെന്നാൽ മാക്സിമം മരണം സംഭവിക്കാം, എന്നാൽ നമുക്കൊരു പുനരുദ്ധാനമുണ്ട്, നമുക്കൊരു നിത്യതയുണ്ട്. അതുകൊണ്ടാണ് ആദ്യനും അന്ത്യനുമായവൻ അരുളി ചെയ്യുന്നത്. നമ്മുടെ ഈ ജീവിത സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടുന്ന, ഏകീഭവിക്കുന്ന കർത്താവായ യേശുക്രിസ്തു നമുക്കുണ്ട്. അവൻ കഷ്ടതയിൽ നമ്മളെ കൈവിട്ട് കളയുന്നില്ല എന്നുള്ളത് വളരെ ആശ്വാസകരമായിട്ടുള്ളൊരു കാര്യമാണ് എന്ന് ഞാൻ പ്രാരംഭമായിട്ട് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. ഈ ഒരു വാക്യത്തിൽ തന്നെ പരിചയപ്പെടുത്തിയതിന് ശേഷം 9-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഈ സഭ ചെയ്ത കാര്യങ്ങൾക്ക് ഒരു അപ്രൂവൽ, ഒരു അംഗീകാരം, അല്ലെങ്കിൽ അവർ ചെയ്തതിനെ കമന്റ് ചെയ്യുന്നതായിട്ട്, അഭിനന്ദിക്കുന്നതായിട്ട് നമുക്ക് കാണാം. 9-ാം വാക്യം: ഞാൻ നിന്റെ കഷ്ടതയും ദാരിദ്ര്യവും, ഹൈഫനിട്ടിട്ട് പറഞ്ഞു, നീ ധനവാനാകുന്നു താനും. നിന്റെ കഷ്ടതയും ദാരിദ്ര്യവും, നീ ധനവാനാകുന്നു താനും. തങ്ങൾ യഹൂദർ എന്ന് പറയുന്നുവെങ്കിലും യഹൂദരല്ല, സാത്താന്റെ പള്ളിക്കാരായവരുടെ ദൂഷണവും അറിയുന്നു. കർത്താവ് ഇവരുടെ കഷ്ടത അറിയുന്നു, ദാരിദ്ര്യം അറിയുന്നു. അവര് യഹൂദർ എന്ന് പറയുന്നു, എന്നാൽ യഹൂദന്മാരല്ലാത്ത സാത്താന്റെ പള്ളിക്കാരായവര് ഇവരെ ദൂഷിക്കുന്നുണ്ട്. ഇതെല്ലാം കർത്താവ് അറിയുന്നു എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ട കാര്യം, സ്മുർണ സഭയിൽ ജീവിതം ഒട്ടും സുഖകരമായിരുന്നില്ല. സ്മുർണ സഭയിൽ വിശ്വാസ ജീവിതം നയിക്കുക എന്ന് പറയുന്നത് ഒട്ടും തന്നെ സുഖകരമായ ഒരു അനുഭവമായിരുന്നില്ല. അവർക്ക് കഷ്ടതയും ദാരിദ്ര്യവും സഭാംഗങ്ങൾ നിരന്തരം പീഡിപ്പിക്കപ്പെട്ടിരുന്ന അവസ്ഥയും ഒക്കെ ഉണ്ടായിരുന്നു. കൊരിന്ത് ലേഖനം നമ്മൾ വായിക്കുമ്പോൾ 2 കൊരിന്ത്യ ലേഖനം 8-ാം അധ്യായത്തിന്റെ ആദ്യത്തെ വാക്യങ്ങളിൽ മക്കതോന്യ സഭകളെക്കുറിച്ചും നമ്മളിത് വായിക്കുന്നുണ്ട്. മക്കതോന്യ സഭകൾക്ക് ലഭിച്ച ദൈവകൃപ കഷ്ടത എന്ന കഠിന ശോധനയിലും മഹാദാരിദ്ര്യത്തിലും ആയിരുന്നു. 1-ാം നൂറ്റാണ്ടിലെ പല സഭകൾക്കും കഷ്ടതയിലും ദാരിദ്ര്യത്തിലും കൂടി കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളത് ഓർത്തിരിക്കുക. ഈ കാലഘട്ടത്തിലും കഷ്ടതയിലും ദാരിദ്ര്യത്തിലും കൂടി കടന്നു പോകുന്ന വ്യക്തികളും സഭകളും ഒക്കെ ഉണ്ടല്ലോ. സഭാംഗങ്ങൾക്ക് പീഡനം അനുഭവിക്കേണ്ടി വന്നിരുന്നു. എന്തുകൊണ്ടായിരിക്കും അവരെ പീഡിപ്പിക്കപ്പെട്ടതെന്ന് ചിന്തിച്ചാൽ, ഇതിനു മുമ്പ് പഠിച്ച കാര്യങ്ങളൊക്കെ ഓർക്കുന്നുണ്ടെങ്കിൽ, ഈ സഭയിലെ വിശ്വാസികൾ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായിരുന്നില്ല. റോമൻ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്ന സ്മുർണയിലും എഫെസോസിലും ഒക്കെ കൈസറാണ് ദൈവം, അല്ലെങ്കിൽ ചക്രവർത്തി ആരാധ്യനാണ് എന്ന് ചിന്തിക്കുകയും അദ്ദേഹത്തിനായിട്ട് ക്ഷേത്രങ്ങൾ പണിയുകയും അദ്ദേഹത്തിന്റെ പ്രതിഷ്ഠകളെ നമസ്കരിക്കുവാനും പൂജകൾ അർപ്പിക്കുവാനും ഒക്കെ ആവശ്യപ്പെട്ട സാഹചര്യത്തിൽ സ്മുർണ സഭയിലുള്ള ആളുകൾ വിട്ടുവീഴ്ചയില്ലാത്ത ഒരു നിലപാടെടുത്തു.
ചക്രവർത്തിയെ ആരാധിക്കുന്നതിനായിട്ട് അവർ തയ്യാറായില്ല. അതുകൊണ്ട് അവർക്ക് പീഡനം നേരിടേണ്ടതായിട്ട് വന്നു. പ്രത്യേകിച്ച് സ്മിർനയുടെ റോമ സാമ്രാജ്യത്തിലെ സ്ഥാനം മനസ്സിലാക്കുമ്പോൾ ഈ കാര്യം നമുക്ക് ഓരോരുത്തർക്കും ഗ്രഹിക്കുവാനായിട്ട് ഇടയായിത്തീരും. രാജ ആരാധനയുടെ കേന്ദ്രം സ്മിർനയിലായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, ഇവിടെ ധാരാളം ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നുവെന്ന്. പല ദൈവങ്ങൾക്ക്, പല ദേവന്മാർക്ക് ഒക്കെ സമർപ്പിച്ചിരുന്ന, പ്രതിഷ്ഠിച്ചിരുന്ന ക്ഷേത്രങ്ങൾ, ആരാധനാലയങ്ങൾ ഈ പട്ടണത്തിൽ ഉണ്ടായിരുന്നു. റോമ സാമ്രാജ്യത്തിന്റെ മിക്കവാറും പട്ടണങ്ങളിലൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. അതിൽ സുപ്രധാനമായ ഒരു ക്ഷേത്രം പുതിയതായിട്ട് ഉയർന്നു വന്നുകൊണ്ടിരുന്നത് രാജാരാധനയാണ്. കൈസറിനെ അല്ലെങ്കിൽ ചക്രവർത്തിയെ ആരാധിക്കണം. അങ്ങനത്തെ ഒരു വലിയ ക്ഷേത്രം സ്മിർന പട്ടണത്തിൽ ഉണ്ടായിരുന്നു. നമ്മൾ പെർഗമോസിനെ കുറിച്ച് പഠിക്കുമ്പോൾ അവിടെയും അങ്ങനത്തെ ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നു. ഈ സഭ നിലകൊണ്ടിരുന്നത് ഇങ്ങനെയുള്ള ഒരു ക്ഷേത്രം ഇരുന്ന ഒരു സ്ഥലത്തിന് അടുക്കലാണ്. അതുകൊണ്ട് കൈസരെ ദൈവതുല്യമായി കാണുകയും ആരാധിക്കുകയും ചെയ്യാത്ത സകലരെയും പീഡനത്തിന് വിധേയപ്പെടുത്തിയിരുന്നു. പീഡനത്തിന് വിധേയപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ, ഒന്നാമത് അവരെ തൊഴിൽ കൂട്ടായ്മ സംഘങ്ങളിൽ നിന്ന് നിഷ്കരണം പുറത്താക്കിയിരുന്നു. ലേബർ ഗിൽഡ്, മർച്ചന്റ് ഗിൽഡ് എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ ഇന്നത്തെ നമ്മളുടെ യൂണിയൻ പോലെ. ഗിൽഡ് എന്ന് പറഞ്ഞാൽ സംഘടിത സംഘം, അല്ലെങ്കിൽ ഒരേ തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്നവരുടെ സംഘടനയാണ്. അപ്പം ആ സംഘടനയുടെ അംഗീകാരമില്ലാതെ അവർ ചെയ്ത തൊഴിൽ ചെയ്യാനായിട്ട് കഴിയുകയില്ല. പീഡനത്തിന്റെ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് തൊഴിൽ കൂട്ടായ്മകളിലെ സംഘങ്ങളിൽ നിന്ന് രാജാവിനെ ആരാധിക്കാത്ത ആളുകളെ യാതൊരു കരുണയും കൂടാതെ പുറത്താക്കുക എന്നുള്ളതായിരുന്നു. അങ്ങനെ അവർക്ക് തൊഴിൽ നഷ്ടപ്പെട്ടപ്പോൾ തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും വർദ്ധിച്ചു കാണും. തൊഴിൽ കിട്ടുമ്പോഴാണല്ലോ നമുക്ക് വരുമാനം ഉണ്ടാകുന്നു, നമ്മുടെ ജീവിത നിലവാരം ഉയരുന്നു. തൊഴിൽ നഷ്ടപ്പെടുമ്പോൾ നമുക്ക് വരുമാനമില്ലാതെയാകുന്നു, ദാരിദ്ര്യം വർദ്ധിക്കുന്നു. രണ്ടറ്റവും കൂട്ടിമുട്ടിക്കുന്നതിനായിട്ട് അല്ലെങ്കിൽ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്നതിനായിട്ട് വളരെ ബുദ്ധിമുട്ടേണ്ടതായിട്ട് വരുന്ന ഒരു സാഹചര്യം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആദിമ നൂറ്റാണ്ടിലെ പല സഭകൾക്കും ഈ പ്രശ്നം ഉണ്ടായിരുന്നു. വിഗ്രഹാരാധന, രാജാരാധന, ഈ കാര്യങ്ങൾക്കൊക്കെ തയ്യാറാകാത്തവർക്ക് തൊഴിൽ കൂട്ടായ്മ സംഘങ്ങളിൽ അംഗങ്ങളാകുന്നതിന് സാധിച്ചിരുന്നില്ല. അവരെ അങ്ങനെയുള്ള സംഘങ്ങളിൽ നിന്ന് പുറത്താക്കിയിരുന്നു, അവരെ പട്ടിണിക്കിട്ടിരുന്നു. അതുകൊണ്ട് ഭയങ്കര കഷ്ടതയും ദാരിദ്ര്യവും ബുദ്ധിമുട്ടും പീഡനവും ഒക്കെ അവർക്ക് അനുഭവിക്കേണ്ടതായി വന്നു. ഇവിടെ ഞാൻ ഇതിൻ്റെ കഷ്ടതയും ദാരിദ്ര്യവും എന്ന് പറഞ്ഞിരിക്കുന്നതിലെ ദാരിദ്ര്യം എന്ന പദം പരിശോധിക്കുകയാണെങ്കിൽ, മൂലഭാഷയിൽ ദാരിദ്ര്യം എന്ന പദം ദരിദ്രനാരായണൻ അല്ലെങ്കിൽ ഒന്നുമില്ലാത്തവൻ, ഒന്നും കിട്ടുമെന്ന് പ്രതീക്ഷ പോലും ഇല്ലാത്തവൻ എന്നൊക്കെ അർത്ഥം വരുന്നൊരു പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തട്ടിക്കൂട്ടി ജീവിക്കാമെന്ന് കരുതുന്ന ഒരവസ്ഥയിലും ദരിദ്രൻ എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദത്തിന്റെ അർത്ഥം ഒന്നുമില്ലാത്തവൻ. ഒന്നും ഇല്ലെന്ന് മാത്രമല്ല, ഒന്നും കിട്ടുമെന്ന് ഒരു പ്രതീക്ഷയ്ക്ക് വകയും ഇല്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഇരുന്ന ഒരു സഭയാണ് ഈ സ്മിർനയിലെ സഭ എന്ന് ഓർക്കുക. മറ്റൊരു പ്രശ്നം അവർ അഭിമുഖീകരിച്ചത്, സ്മിർനയിൽ ക്രിസ്തീയ വിശ്വാസികൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ യഹൂദന്മാരുടെ ഒരു വലിയ സംഘം പണ്ട് തന്നെ താമസിച്ചിരുന്നു. ഇത് പൗലോസിന്റെ സുവിശേഷ പ്രവർത്തന രീതി പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അദ്ദേഹം ചെല്ലുന്ന പട്ടണങ്ങളിലൊക്കെ യഹൂദന്മാരുടെ ഒരു പള്ളി ഉണ്ടെങ്കിൽ അവിടെ ആദ്യം പോയി പ്രസംഗിക്കുന്ന രീതി തനിക്കുണ്ടായിരുന്നു. അദ്ദേഹം പറയും, ഇത് ആദ്യം നിങ്ങളോട് പ്രസംഗിക്കേണ്ടതായിരുന്നു. അവരദ്ദേഹത്തെ പീഡിപ്പിച്ച് പുറത്താക്കുമ്പോഴാണ് താൻ ജാതികളിലേക്ക് തിരിയുന്നത്. ജാതികളുടെ അപ്പോസ്തലനായിരുന്നെങ്കിലും യഹൂദന്മാരുടെ പള്ളികളിൽ പോയതായിട്ട് നമുക്ക് തെസലോനിക്കയിൽ പോയപ്പോൾ, കൊരിന്തിൽ പോയപ്പോഴൊക്കെ അങ്ങനെ ചെയ്തതായിട്ട് വായിക്കാനായിട്ട് കഴിയുന്നുണ്ട്. അതിന്റെ കാരണം ഈ പട്ടണങ്ങളിലൊക്കെ തന്നെ യഹൂദന്മാരുടെ ഒരു വലിയ സംഘം താമസിച്ചിരുന്നു. സ്മിർനയിലും യഹൂദന്മാരുടെ ഒരു വലിയ സംഘം താമസിച്ചിരുന്നു. എന്നാൽ യഹൂദന്മാര് ഏകദൈവ വിശ്വാസികളും വിഗ്രഹാരാധന വിരോധികളുമാണെന്നുള്ളത് ലോകത്തിലെ എല്ലാ ആളുകൾക്കും തന്നെ അറിയാമായിരുന്നു. റോമ സാമ്രാജ്യവും അത് പണ്ട് തന്നെ അംഗീകരിച്ചിരുന്ന ഒരു സത്യമായതുകൊണ്ട് അവർ രാജാവിനെ വണങ്ങിയില്ലെങ്കിലും അത് കുറ്റകരമാകുമായിരുന്നില്ല. ക്രിസ്ത്യാനികൾ ആ കൂട്ടത്തിൽ വരുമായിരുന്നില്ല. യഹൂദന്മാര് വിഗ്രഹങ്ങളെ വണങ്ങിയില്ലെങ്കിലും രാജാവിനെ വണങ്ങിയില്ലെങ്കിലും അതൊരു കുറ്റമായിട്ട് കണക്കാക്കുമായിരുന്നില്ല. എന്നാൽ യഹൂദന്മാര് ഒരു തരത്തിലും ക്രിസ്തീയ വിശ്വാസികളുമായി സഹകരിക്കുകയോ അവരോട് കൂറു പുലർത്തുകയോ ചെയ്തില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. യഹൂദന്മാര് ആ ആനുകൂല്യം അനുഭവിച്ചിരുന്നപ്പോൾ തന്നെ യഹൂദന്മാരിൽ നിന്നാണ് ക്രിസ്ത്യാനികൾ ഉണ്ടായതെന്നും അവരും ഏകദൈവ വിശ്വാസികളാണെന്നും അവരും വിഗ്രഹത്തെയോ രാജാവിനെയോ നമസ്കരിക്കുകയില്ല എന്നും ഉള്ള കാര്യം അംഗീകരിക്കുന്നതിനോ അവരുടെ കാര്യം രാജാവിനോട് ഉണർത്തിക്കുന്നതിനോ ഒന്നും യഹൂദന്മാര് തയ്യാറായില്ല. ക്രിസ്ത്യാനികളെ ഒരു ശത്രുതാ മനോഭാവത്തോടെയാണ്
യഹൂദന്മാർ കണ്ടത്. കാരണം അവർ വിശ്വസിക്കുന്നതിന് വിരോധമായിട്ടാണല്ലോ ക്രിസ്ത്യാനികൾ പറയുന്നത്. ക്രിസ്ത്യാനികൾക്ക് യഹൂദന്മാരോട് ഭയങ്കര ഇഷ്ടമാണെങ്കിലും യഹൂദന്മാർക്ക് ക്രിസ്ത്യാനികളോട് അത്ര വലിയ ഇഷ്ടമൊന്നും ഉണ്ടെന്ന് എനിക്കും തോന്നുന്നില്ല. അതുകൊണ്ടാണ് യഹൂദന്മാരിൽ നിന്നും ജാതികളിൽ നിന്നും സ്മിർനയിലെ ക്രിസ്ത്യാനികൾക്ക് പീഡനവും നിന്ദയും തിരസ്കരണവും അനുഭവിക്കേണ്ടി വന്നത്. യഹൂദന്മാരിൽ നിന്നും തിരസ്കരണം ഉണ്ടായി, പീഡനം ഉണ്ടായി. ജാതികളിൽ നിന്നും സാമ്പത്തികമായിട്ടും ഭൗതികമായിട്ടും ഒക്കെ ഒരു ദാരിദ്ര്യത്തിലും പീഡനത്തിലും ഇരിക്കേണ്ടതായിട്ട് വന്നു എന്നുള്ള കാര്യം ആദ്യം തന്നെ കർത്താവ് കാണുന്നുണ്ട്. എന്നാൽ ആ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തന്നെ കർത്താവ് ഒരു ഹൈഫൺ ഇട്ടിട്ട് നമ്മൾ വായിച്ചല്ലോ, നിന്റെ കഷ്ടതയും ദാരിദ്ര്യവും ഒരു ചെറിയ വരയിട്ടിട്ട് അതിനപ്പുറത്ത് പറയുകയാണ്, നീ ധനവാനാകുന്നു താനും. അപ്പോൾ അവർ കർത്താവ് പറഞ്ഞതുപോലെ ദാരിദ്ര്യത്തിലാണ് ജീവിച്ചിരുന്നതെങ്കിലും ധനവാനായിരുന്നു. എന്തുകൊണ്ടാണ് ധനവാനായിരുന്നതെന്ന് ചോദിച്ചാൽ, അവർക്ക് സ്വർഗത്തിൽ വലിയ നിക്ഷേപം ഉണ്ടായിരുന്നു. സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് അവർക്കുണ്ടായിരുന്നു. മത്തായിയുടെ സുവിശേഷത്തിലാണ് കർത്താവ് പർവ്വത പ്രസംഗത്തിൽ സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിക്കുന്നതിനെ കുറിച്ച് പഠിപ്പിച്ചത് കാണുന്നത്. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 34-ാം വാക്യം വായിക്കുമ്പോൾ ആ വിശ്വാസികൾക്കും പീഡനത്തിൽ കൂടി കടന്നുപോയ ആ വിശ്വാസികൾക്ക് സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്തുണ്ട് എന്നുള്ള ഒരു അറിവ് ഉണ്ടായിരുന്നതായിട്ട് നാം വായിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ കാര്യം അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ഇങ്ങനെയുള്ള ആളുകൾ പുറമേ കാണുന്ന ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി അല്ല ജീവിച്ചത്, അവർ നിത്യത മുമ്പിൽ കണ്ടുകൊണ്ടാണ് ജീവിച്ചത്. നീ ധനവാനാകുന്നു താനും എന്ന് കർത്താവ് പറയാനുള്ള കാര്യം, അവരുടെ ജീവിതം നിത്യത മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു ജീവിതമായിരുന്നു. ഒരിക്കലും മാറ്റം വരാത്ത സനാതന മൂല്യങ്ങൾക്കായിട്ടാണ് അവർ ജീവിച്ചത്. അല്ലാതെ നശിച്ചു പോകുന്ന നിലനിൽക്കാത്ത ഈ ലോകത്തിലെ എന്തെങ്കിലും സമ്പത്തിന് വേണ്ടിയോ ഈ ലോകത്തിലെ എന്തെങ്കിലും മൂല്യങ്ങൾക്ക് വേണ്ടിയോ അവർ ജീവിച്ചില്ല. ദേ ഡിഡ് നോട്ട് ലിവ് ഫോർ എക്സ്റ്റേണൽസ് ബട്ട് ദേ ലിവ്ഡ് ഫോർ ഇറ്റേണൽസ്. പുറമേ കാണുന്ന ഒന്നിനും വേണ്ടിയുമല്ല, നിത്യതയ്ക്ക് വേണ്ടിയാണ് അവർ ജീവിച്ചത്. ആ നിത്യസമ്പത്ത് അവരിൽ നിന്ന് എടുത്തു മാറ്റുവാൻ ആർക്കും കഴിയുമായിരുന്നില്ല. അവർക്ക് സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടായിരുന്നു, ഉത്തമമായിട്ടുള്ളൊരു സമ്പത്തുണ്ടായിരുന്നു. അത് എടുത്തു മാറ്റുവാൻ, അവരെ ഇവിടെ ദരിദ്രന്മാരാക്കുവാൻ, ഇവിടെ പീഡിപ്പിക്കുവാൻ പലർക്കും കഴിയുമെങ്കിലും അവരെ ദരിദ്രരാക്കുവാൻ ആർക്കും സ്വർഗത്തിൽ കഴിയുമായിരുന്നില്ല. അതുകൊണ്ടാണ് കർത്താവിന്റെ റേറ്റിംഗിൽ നീ ധനവാനാകുന്നു താനും എന്ന് പറഞ്ഞത്. അപ്പോസ്തലനായ പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ 2 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം. അപ്പോസ്തലനായ പൗലോസ് കൊരിന്തുകാർക്ക് എഴുതിയ 2-ാം ലേഖനം 6-10 വായിക്കുമ്പോൾ, ദരിദ്രരെങ്കിലും പലരെയും സമ്പന്നരാക്കുന്നവർ. ദരിദ്രരെങ്കിലും ഓർമ്മ നോക്കിയാൽ ദരിദ്രരാണ്, എന്നാൽ പലരെയും സമ്പന്നരാക്കുന്നവർ. നമുക്ക് എന്താണ് അതിൻ്റെ അർത്ഥം എന്നുള്ളത് ഗ്രഹിക്കാം. ആത്മീയ സമ്പത്തിലേക്ക്, ഭൗതിക സമ്പത്തില്ല, എന്നാൽ അനേകരെ നിത്യതയിലേക്ക്, സ്വർഗത്തിലെ സമ്പത്തിലേക്ക് നയിക്കുന്നവർ. 2 കൊരിന്ത്യർ ലേഖനം തന്നെ 8-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തില്, 2 കൊരിന്ത്യർ ലേഖനം 8:9 നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. യേശുക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നർ ആകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ. നമ്മുടെ കർത്താവ് യേശുക്രിസ്തു ഭയങ്കര സമ്പന്നനായിരുന്നു, ഭൂമി അതിന്റെ പൂർണ്ണതയൊക്കെ അവൻ്റേതായിരുന്നു. എന്നിട്ടും അവന്റെ ദാരിദ്ര്യം അതെല്ലാം ഉപേക്ഷിച്ച് അവൻ വേഷത്തിൽ ദാസരൂപം എടുത്ത് ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നപ്പോൾ അവൻ നമ്മെ സമ്പന്നരാക്കുന്നതിന് വേണ്ടിയാണ് ദരിദ്രനായി തീർന്നത്. അതൊരു വലിയ കൃപയാണ്. ആ കൃപ നമ്മൾ തിരിച്ചറിയണം. ഭൗതിക ദാരിദ്ര്യം അനുഭവിക്കുമ്പോൾ, അങ്ങനെ ഒരു സാഹചര്യത്തിൽ കടന്നു പോകുമ്പോൾ തന്നെ അനേകരെ സമ്പന്നരാക്കുന്ന ദൈവകൃപയെക്കുറിച്ചാണ് ഇവിടെ നാം വായിച്ചത്. ഭൗതിക ദാരിദ്ര്യം അനുഭവിക്കുമ്പോൾ തന്നെ അനേകർക്കും സമ്പന്നരായി തീരുവാനായിട്ട് ദൈവത്തിന്റെ കൃപ ആണ് വ്യാപരിക്കുന്നത്. സ്മിർന സഭയിലും അത് വ്യാപരിച്ചു. ചുരുക്കത്തിൽ അവർ കർത്താവിനായി കഷ്ടം അനുഭവിച്ചത് അവരുടെ സമ്പത്ത് വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. കഷ്ടത വർദ്ധിച്ചപ്പോൾ അവർക്ക് സമ്പത്തും വർദ്ധിച്ചു. നാം നമ്മെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, വിശ്വാസികളെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, നമുക്ക് പോരാട്ടമുള്ളത് ശത്രുവായ പിശാചിനോടാണ്. പിശാച് തൻ്റെ ലക്ഷ്യം നേടുന്നതിനായി മനുഷ്യരെ നമുക്കെതിരെ പലതരത്തിൽ തിരിക്കും. യഹൂദന്മാരുടെ പള്ളി വാസ്തവത്തിൽ സാത്താന്റെ പള്ളി ആയിരുന്നു എന്നാണ് കർത്താവ് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നതെന്ന് ഓർക്കുക. യഥാർത്ഥ യഹൂദൻ പുറമേയുള്ള യഹൂദനല്ല, അകമേ യഹൂദനായവനാണ് യഥാർത്ഥ യഹൂദൻ എന്ന് അപ്പോസ്തലൻ പഠിപ്പിച്ചിട്ടുള്ളത് ഓർക്കുക. റോമാലേഖനം 2-ാം അധ്യായത്തിന്റെ 17 മുതൽ 29 വരെ നിങ്ങൾ വായിച്ചാൽ, റോമർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ
17 മുതൽ 29 വരെ വായിച്ചാൽ ആരാണ് യഥാർത്ഥ യഹൂദൻ എന്ന് പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിക്കുന്നുണ്ട്. പുറമെ യഹൂദനായവനല്ല, അകമേ യഹൂദനായവനാണ് യഹൂദൻ. ഇപ്പൊ ശാരീരികമായി ജന്മം കൊണ്ട് യഹൂദനായിട്ട് ജനിച്ചിട്ട് കാര്യമില്ല. ആത്മീയമായി ആന്തരികമായിട്ട് ഒരു യഹൂദനായെങ്കിൽ മാത്രമേ ഒരു യഹൂദനായിട്ട് ജീവിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. അങ്ങനെ തന്നെയാണ് ക്രിസ്ത്യാനിയുടെ കാര്യമെന്ന് ഓർക്കുക. നാം ജന്മം കൊണ്ടൊരു ക്രിസ്ത്യാനി ആയതുകൊണ്ട് കാര്യമില്ല. നാം കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വീകരിച്ച് നമുക്കൊരു രൂപാന്തരം വന്ന്, ഒരു മാനസാന്തരം വന്ന് ക്രിസ്തു നമ്മുടെ അകത്ത് വരുമ്പോഴാണ് നാം യഥാർത്ഥ ക്രിസ്ത്യാനിയായിട്ട് മാറുന്നത്. ഏത് മതചിന്തയും ചിന്തകരും, അത് ജാതി മതക്കാര് ആരായിക്കോട്ടെ, യഹൂദനോ യവനനോ ഒരു വ്യത്യാസവും ഇല്ല, അവർ യേശുവിനെ ദൈവപുത്രൻ, യേശു ലോകത്തിന്റെ രക്ഷകൻ എന്ന് അംഗീകരിക്കാത്തിടത്തോളം കാലം അവർ ദൈവഹിതത്തിന് വിരോധമായി പ്രവർത്തിക്കുന്നവരാണ്. ഏത് മതമായാലും ഏത് ചിന്തയായാലും അവർ ദൈവത്തിന്റെ ഹിതത്തിന് വിരോധമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. കാരണം യേശുക്രിസ്തുവിനെയാണ് ദൈവം രക്ഷയ്ക്കായിട്ട് അയച്ചിരിക്കുന്നത്. മാനവരക്ഷയ്ക്കായി ദൈവം വിശുദ്ധീകരിച്ച് ലോകത്തിലേക്ക് അയച്ചത് കർത്താവായ യേശുക്രിസ്തുവിനെയാണ്. വേറെ തരത്തിൽ പറഞ്ഞാൽ, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. ഈ കാര്യം അംഗീകരിക്കാത്തവരെല്ലാം ദൈവഹിതം നിസാരവൽക്കരിക്കുന്നവരാണ് എന്ന് ചുരുക്കം. അപ്പം അവരുടെ കഷ്ടതയും ദാരിദ്ര്യവും, അവര് യഹൂദന്മാരുടെ ഭാഗത്തു നിന്ന് സഹിച്ച ദൂഷണം ഒക്കെ കർത്താവ് അറിയുന്നുണ്ട്. കൂട്ടത്തിൽ പറഞ്ഞു, നീ ധനവാനാകുന്നു താനും. അതാണ് ആ സഭയുടെ പ്രത്യേകത. മൂന്നാമതായിട്ട് നാം ചിന്തിക്കുമ്പോൾ, എന്താണ് ഈ സഭയുടെ കുറ്റം? നേരത്തെ തന്നെ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. കുറ്റം പറയാത്ത, മാനസാന്തരപ്പെടാൻ ആവശ്യപ്പെടാത്ത ഒരു സഭയാണ് സ്മുർണ സഭ. അതുകൊണ്ട് പ്രത്യേകിച്ച് കുറ്റമൊന്നും എടുത്ത് കർത്താവ് പറഞ്ഞിട്ടില്ല. വാക്യങ്ങൾ വായിച്ചപ്പോൾ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. എന്നാൽ ഒരു ഉപദേശം, ഒരു വെല്ലുവിളി കർത്താവ് അവർക്ക് നൽകുന്നുണ്ട്. നാം 8-9 വാക്യങ്ങളെ വായിച്ചത്. 10-11 വാക്യങ്ങൾ വായിക്കുമ്പോൾ സ്മുർണയിലെ സഭയെക്കുറിച്ച് കുറ്റമൊന്നും കർത്താവ് പറയുന്നില്ല. അവർക്ക് മനുഷ്യരുടെ അംഗീകാരം ലഭിച്ചിരുന്നില്ല. എന്നാൽ അവർ കർത്താവിന് പ്രസാദമുള്ളവരായിരുന്നു. കർത്താവ് അവരെ പ്രശംസിച്ചു. അതിനേക്കാൾ പ്രധാനം, കർത്താവ് അവർക്ക് നല്ലൊരു ഉപദേശം നൽകി എന്നുള്ളതാണ്. അവർക്ക് നൽകിയ ഉപദേശം ശ്രദ്ധിക്കുക. അവരഭിമുഖീകരിച്ച പ്രധാന പ്രശ്നം കഷ്ടതയും ദാരിദ്ര്യവുമായിരുന്നുവല്ലോ. യേശു അതുകൊണ്ട് അവരോട് പറഞ്ഞ ഏറ്റവും സുപ്രധാനപ്പെട്ട കാര്യം പേടിക്കണ്ട, ഭയപ്പെടണ്ട എന്ന കാര്യമാണ്. 10-ാം വാക്യം, നീ സഹിപ്പാനുള്ളത് പേടിക്കണ്ട. കഷ്ടതയും ദാരിദ്ര്യവും രണ്ട് സഹിക്കാനുള്ളതാണ്. കർത്താവ് പറഞ്ഞു, നീ സഹിക്കാനുള്ളത് പേടിക്കണ്ട. നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാച് നിങ്ങളിൽ ചിലരെ തടവിലാക്കുവാൻ പോകുന്നു. 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും. മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ ഞാൻ ജീവകിരീടം നിനക്ക് തരും. കർത്താവായ യേശുക്രിസ്തു സഭയ്ക്ക് ഒരു ഉറപ്പ് കൊടുക്കുകയാണ്. പിശാചിന്റെ പദ്ധതികളെ ഞാൻ പൂർണ്ണമായി അറിയുന്നു. എന്ന് മാത്രമല്ല, എല്ലാ സാഹചര്യങ്ങളും എൻ്റെ സമ്പൂർണ്ണ നിയന്ത്രണത്തിൽ ആണ്. അപ്പോൾ കർത്താവ് നമ്മോട് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സാഹചര്യങ്ങളൊക്കെ കർത്താവിൻ്റെ നിയന്ത്രണത്തിലായതുകൊണ്ട് ഒരു കാരണവശാലും പേടിക്കേണ്ട കാര്യമില്ല. ഉയർത്തെഴുന്നേറ്റ കർത്താവ് നമുക്ക് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം, ഭയപ്പെടണ്ട, പേടിക്കണ്ട, ഞാൻ നിന്റെ കൂടെ ഉണ്ട്, ഞാൻ ഈ കാര്യങ്ങളെല്ലാം കാണുന്നുണ്ട്, ഇതിൻ്റെ എല്ലാം നടുവിൽ ഞാനുണ്ട്. 46-ാം സങ്കീർത്തനം നാം വായിക്കുന്നത് പോലെ എന്തെല്ലാം കഷ്ടതകൾ ഉണ്ടായാലും അതിൻ്റെ എല്ലാം നടുവിൽ കർത്താവ് ഉണ്ട്. ചിലപ്പോൾ വേലയിലൊക്കെ ആയിരിക്കുന്ന ആളുകളെ, ജീവിതത്തിൻ്റെ കഷ്ടതയിൽ കൂടി കടന്നു പോകുന്ന ആളുകളെ കർത്താവ് വന്നിങ്ങനെ ഉറപ്പിക്കുന്നത് നിങ്ങൾ വേദപുസ്തകത്തിൽ വായിച്ചിട്ടുണ്ടാകും, നമുക്ക് ജീവിതത്തിൽ അനുഭവം ഉണ്ടാകും. അപ്പോസ്തലനായ പൗലോസിന്റെ കാര്യം മാത്രം പറയുകയാണെങ്കിൽ, താൻ കൊരിന്തിൽ വേല ചെയ്ത് ഒരു ഭീഷണിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി 18-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ, അപ്പോസ്തല പ്രവൃത്തി 18-9, രാത്രിയിൽ കർത്താവ് ദർശനത്തിൽ പൗലോസിനോട്, നീ ഭയപ്പെടാതെ പ്രസംഗിക്കുക, മിണ്ടാതിരിക്കരുത്, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. വേറെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു, ഈ പട്ടണത്തിൽ എനിക്ക് വളരെ ജനം ഉണ്ട്. അതുപോലെ തന്നെ അപ്പോസ്തല പ്രവൃത്തി 27-ാം അധ്യായമൊക്കെ വായിച്ചാൽ, അവിടെ കപ്പൽ യാത്രയിൽ ബുദ്ധിമുട്ടുകളുണ്ടായപ്പോൾ ഇന്ന് രാത്രി ദൈവം അവൻ്റെ അടുക്കൽ നിന്നിട്ട്, ദൈവത്തിൻ്റെ ദൂതൻ അവനോട് പറഞ്ഞു, പേടിക്കണ്ട, ഭയപ്പെടണ്ട, ധൈര്യമായിരിക്കുക. അപ്പോൾ കർത്താവ് നമ്മളെ ഇങ്ങനെ കഷ്ടതയുടെ നടുവിൽ വന്ന് ധൈര്യപ്പെടുത്തുന്നു. കഷ്ടതയിൽ കൂടി കടന്നു പോകുന്ന എല്ലാവർക്കും, ദാരിദ്ര്യത്തിൽ കടന്നു പോകുന്ന എല്ലാവർക്കും കർത്താവ് നൽകുന്ന ഏറ്റവും വലിയൊരു അഷ്വറൻസ് എന്താണെന്ന് ചോദിച്ചാൽ, പേടിക്കണ്ട, ഭയപ്പെടണ്ട. പിശാച് പലതരത്തിൽ നമ്മളെ തകർത്ത് കളയുന്നതിനായിട്ട് പദ്ധതികൾ ഇടുമ്പോൾ ഇതെല്ലാം പൂർണ്ണമായിട്ട് അറിയുകയും എല്ലാ സാഹചര്യങ്ങളെയും പൂർണ്ണമായി നിയന്ത്രിക്കുകയും ചെയ്യുന്നത്
നമ്മുടെ കർത്താവ് ആയതുകൊണ്ട് നാം ഒന്നും പേടിക്കേണ്ടതില്ല. കർത്താവ് നമ്മളോട് പറയുന്നത് പേടിക്കേണ്ട, ഭയപ്പെടാണ്ട എന്നാണ്. ഈ സഭയോട് വീണ്ടും കർത്താവ് പറഞ്ഞു, പിശാച് സഭയിൽ ചിലരെ തടവിലാക്കുകയും ചിലർക്ക് പീഡനങ്ങൾ ഉണ്ടാകുകയും ചെയ്യുവാനായിട്ട് പോകുന്നു. അങ്ങനെയാണല്ലോ നമ്മൾ വായിച്ചത്. പിശാച് നിങ്ങളിൽ ചിലരെ തടവിലാക്കുവാനായിട്ട് പോകുന്നു. 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും. റോമ സാമ്രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്നവർ എന്ന് ആരോപിച്ച് രാജ്യദ്രോഹ കുറ്റം ചുമത്തി ഇവരെ വിസ്തരിക്കും. അവരെ അങ്ങനെ വിസ്തരിക്കുമ്പോൾ അവര് വീണ്ടും പീഡനത്തിൽ കൂടി കടന്നു പോകേണ്ടതായിട്ട് വരും. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾക്ക് 10 ദിവസം ഉപദ്രവം ഉണ്ടാകും, തടവിൽ ചിലരെ ഒക്കെ ആക്കും. ആ ഉപദ്രവകാലം നീണ്ടു നിൽക്കുകയില്ല എന്നാണ് ഈ 10 ദിവസം എന്ന് പറഞ്ഞതിൻ്റെ ഒരു അർത്ഥം. പല അർത്ഥങ്ങൾ അതിനെ നമുക്ക് വേണമെങ്കിൽ കൽപ്പിക്കാം. 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ മരണപര്യന്തം വിശ്വസ്തരായിരിക്കുക. ഉപദ്രവം ഉണ്ടാകും, തടവിലാക്കും, എന്നാൽ മരണപര്യന്തം. നാമും അതിൻ്റെ വ്യാഖ്യാനത്തിലേക്ക് 10 ദിവസത്തിൻ്റെ വ്യാഖ്യാനത്തിലേക്ക് പോകുന്നതിനേക്കാൾ പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം മരണപര്യന്തം, ജീവപര്യന്തം വിശ്വസ്തരായിരിക്കുക എന്നുള്ളതാണ്. പലതരത്തിലുള്ള വെല്ലുവിളികൾ നമ്മുടെ മുമ്പിൽ, ഉപദ്രവങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടാകാം. ബൈബിളില് 10 ദിവസം എന്ന് പറയുന്നത് ഒരു ചുരുങ്ങിയ കാലഘട്ടമാണ്. ആ ചുരുങ്ങിയ കാലഘട്ടത്തെ കാണിക്കുന്നതിനാണ് പലപ്പോഴും 10 ദിവസം എന്ന് പറയുന്നത്. ഞാൻ 1-2 ഉദാഹരണങ്ങൾ കാണിക്കട്ടെ. ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായത്തിൻ്റെ 55-ാം വാക്യം വായിക്കുമ്പോൾ, ഉൽപ്പത്തി 24-ന്റെ-55, റിബേക്കയുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്നു. പെട്ടെന്നുണ്ടായ ഒരു വിവാഹ നിശ്ചയം ആയതുകൊണ്ട് ഈ ബാല ഒരു 10 ദിവസമെങ്കിലും ഞങ്ങളോടുകൂടെ പാർത്തിട്ട് പിന്നെ പോരട്ടെ എന്ന് മാതാപിതാക്കൾ പറഞ്ഞപ്പോൾ എന്താ അവിടെ ഉദ്ദേശിച്ചത്? 10 ദിവസം എന്ന് പറഞ്ഞപ്പോൾ ഒരു ചുരുങ്ങിയ കാലഘട്ടം, കുറച്ച് ദിവസം കൂടെ ഞങ്ങളോട് നിൽക്കട്ടെ എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോസ്തല പ്രവൃത്തി 25-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം വായിക്കുമ്പോൾ, അപ്പോസ്തല പ്രവൃത്തി 25-ന്റെ 6 വായിക്കുമ്പോൾ, ഫെസ്തോസ് പൗലോസിനെ വിസ്തരിക്കുന്നതാണ് സന്ദർഭം. അവൻ ഏകദേശം 8-10 ദിവസം അവരുടെ ഇടയിൽ താമസിച്ച ശേഷം കൈസരിക്ക് മടങ്ങിപ്പോയി. 8-10 ദിവസം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഒരു ചുരുങ്ങിയ കാലഘട്ടം എന്നാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് 10 ദിവസം ഉപദ്രവം ഉണ്ടാകും എന്ന് പറഞ്ഞതിൻ്റെ ചുരുക്കം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഉപദ്രവം നീണ്ടു നിൽക്കുകയല്ല, ഒരുപാട് കാലം നീണ്ടു നിൽക്കുകയില്ല. എ ബ്രീഫ് പീരീഡ് ഓഫ് ടൈം, ഒരു ചുരുങ്ങിയ കാലഘട്ടം മാത്രം ആണ് ഉപദ്രവം നിങ്ങൾക്ക് ഉണ്ടാവുകയുള്ളൂ. എന്നും ഇങ്ങനെ ഉപദ്രവം ഉണ്ടായിക്കൊണ്ടിരിക്കും എന്ന് ഭയപ്പെടേണ്ടതായിട്ടില്ല. വീണ്ടും ഡിസ്പെൻസേഷണൽ ഇന്റർപ്രിട്ടേഷൻ അല്ലെങ്കിൽ സഭാചരിത്രബന്ധിതമായിട്ട് ഇതിനെ വ്യാഖ്യാനിക്കുന്ന ആളുകൾ പറയുന്നത്, ദൈവസഭയ്ക്ക് പീഡനത്തിൻ്റെ, ഉപദ്രവത്തിൻ്റെ 10 കാലഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നീറോ മുതൽ ഡയക്ലീഷ്യൻ വരെയുള്ള 10 രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ, റോമൻ ചക്രവർത്തിമാരുടെ കാലഘട്ടത്തിൽ അതികഠിനമായിട്ടുള്ള പീഡനം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ചും ഒരു സൂചന ഉണ്ടായിരുന്നു എന്ന് പറയുന്നവരുണ്ട്. ശരിയായിരിക്കാം, അതിന് നമ്മൾ തെറ്റു പറയേണ്ടതായിട്ടില്ല. 10 രാജാക്കന്മാർ, ചക്രവർത്തിമാർ അതികഠിനമായിട്ട് ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചിട്ടുണ്ട്. നീറോ, പൗലോസ് അപ്പോസ്തലനെ ശിരച്ഛേദം ചെയ്ത ആള്, അതിനുശേഷം ഡൊമീഷ്യൻ, യോഹന്നാനെ നാടുകടത്തിയത്, ട്രാജൻ, ഇഗ്നേഷ്യസ് എന്ന് പറയുന്ന സഭാപിതാവിനെ തീക്ക് ഇരയാക്കിയ ആള്, മാർക്കസ് ഔറേലിയസ്, പോളികാർപ്പിനെ സാക്ഷ്യത്തിന് വിധേയപ്പെടുത്തിയ ആള്, അതുപോലെ സെവറസ്, മാക്സിമിനസ്, ഡേഷ്യസ്, വലേറിയൻ, ഔറേലിയൻ, ഡയക്ലീഷ്യൻ, ഇങ്ങനെയുള്ള ആളുകൾ 10 പേര് കൃത്യമായിട്ട്. അതിൽ ഏറ്റവും ഒരുപക്ഷെ മോശമായ പീഡനം 10ാമത്തെ രാജാവായിരുന്ന ഡയക്ലീഷ്യന്റെ കാലഘട്ടത്തിലാണ് നടന്നത്. അപ്പോൾ ഈ 10 പേരും സഭയെ പീഡിപ്പിക്കും എന്ന ഒരു സൂചനയും കർത്താവ് നൽകി എന്ന് വേണമെങ്കിൽ വിശ്വസിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ 10ന്റെ വ്യാഖ്യാനത്തിൽ സമയം കളയുന്നതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യം കർത്താവ് അവരെ ഓർമ്മപ്പെടുത്തിയത് വിശ്വസ്തതയെക്കുറിച്ചായിരുന്നു. നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും, എന്നാൽ മരണപര്യന്തം വിശ്വസ്തരായിരിക്കുക. 1 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായത്തിന്റെ ആദ്യ 2 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മെ കാര്യവിചാരകന്മാരായിരിക്കുന്നു. കാര്യവിചാരകന്മാരിൽ അന്വേഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവർ വിശ്വസ്തരായിരിക്കണം എന്നതാണ്. എന്താണ് വിശ്വസ്തത? യേശുവിനോട് പൂർണ്ണ കൂറുള്ളവരായി, വിധേയത്വമുള്ളവരായി നമ്മുടെ ജീവിതകാലം മുഴുവൻ കഴിക്കണം. റോമ സാമ്രാജ്യം പലതും ചെയ്യാൻ ഭീഷണിപ്പെടുത്തും, പല ശിക്ഷണ നടപടികളും സ്വീകരിക്കും, എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കണം. അതാണ് വിശ്വസ്തത എന്ന് പറയുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം റോമ സാമ്രാജ്യമല്ല, പിശാചിന്റെ സാമ്രാജ്യം പലപ്പോഴും നമുക്കെതിരെ പലതരത്തിലുള്ള പീഡനങ്ങളും ഉപദ്രവങ്ങളും ഒക്കെ അഴിച്ചുവിട്ടു എന്ന് വരാം. എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കണം. യേശുവിനായി ഒരു ഉറച്ച നിലപാടെടുക്കണം. തീരുമാനങ്ങൾ എടുത്തിട്ട് ഛേദം വന്നാലും തീരുമാനത്തിൽ നിന്ന് വ്യതിചലിക്കാതെ ഉറച്ചു നിൽക്കുന്നതിനാണ്
വിശ്വസ്തത എന്ന് പറയുന്നത്. അങ്ങനെ വിശ്വസ്തതയോടെ ജീവപര്യന്തം, മരണപര്യന്തം നിൽക്കുകയാണെങ്കിൽ ഞാൻ ജീവകിരീടം നിനക്ക് തരും. ദ ക്രൗൺ ഓഫ് ലൈഫ്, ഞാൻ നിനക്ക് ജീവകിരീടം തരും. ഞാൻ പട്ടണത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയപ്പോൾ ഈ പട്ടണത്തിലെ ക്ഷേത്രങ്ങളും സ്റ്റേഡിയങ്ങളും സംഗീത കേന്ദ്രങ്ങളും തിയേറ്ററുകളും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞത് ഓർക്കുക. ഇപ്പൊ സ്റ്റേഡിയം ഉണ്ടായിരുന്നെങ്കിൽ കായികാഭ്യാസം സ്മൃർണയിലെ ഒരു സാധാരണ കാര്യമായിരുന്നു. അപ്പോൾ കായികാഭ്യാസവും കായിക വിനോദവും ഒക്കെ വർഷം തോറും നടക്കുമ്പോൾ ജയിക്കുന്നവർക്ക് ലഭിക്കുന്ന സമ്മാനമാണ് ജീവകിരീടം. സ്മൃർണ പട്ടണത്തെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവർ കായിക വിനോദങ്ങളിൽ ഉത്സാഹത്തോടെ പങ്കെടുത്തിരുന്നു. അവിടെ ഒരു സ്റ്റേഡിയം ഉണ്ടായിരുന്നു. ഇപ്പോഴും അതിൻ്റെ അവശിഷ്ടം നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. അവിടെ ജീവിച്ചിരുന്ന വിശ്വാസികൾക്ക് ജീവകിരീടം ലഭിക്കുമെന്ന് കേട്ടപ്പോൾ തന്നെ കാര്യം ഭംഗിയായി മനസ്സിലായി. അവർ ഉത്സാഹഭരിതരായി കാണും. യാക്കോബ് അപ്പോസ്തലൻ തൻ്റെ ലേഖനത്തിൽ ഇതേക്കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നേക്കുന്ന കാര്യം യേശുക്രിസ്തു ഒന്നുകൂടെ സ്ഥിരപ്പെടുത്തി എന്നും വേണമെങ്കിൽ പറയാം. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം, യാക്കോബ് 1:12. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. പരീക്ഷ സഹിക്കുന്നത്, കഷ്ടത അനുഭവിക്കുന്നത് ഭാഗ്യാവസ്ഥയാണ്. അത് കൊള്ളാകുന്നവനായിട്ട് തെളിയാനായിട്ടാണ്. അങ്ങനെ തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. ഇത് കേട്ടപ്പോൾ പരീക്ഷ, കഷ്ടത, ദാരിദ്ര്യം ഇതൊന്നും ഭയപ്പെടാനുള്ളതല്ല എന്നും ഉറപ്പും ധൈര്യവും ഉള്ളവരായിട്ട് വിശ്വാസികൾ മുമ്പോട്ട് പോകണം എന്നുള്ള ഒരു ഉത്തേജനമാണ്, ഒരു പ്രോത്സാഹനമാണ് സ്മൃർണയിലെ വിശ്വാസികൾക്ക് ലഭിച്ചത്. അവർ കർത്താവിൽ ആശ്രയിച്ചു. അതുകൊണ്ട് അവർ ജയാളികളായി. അവർ എന്തിലാണ് ജയിച്ചതെന്ന് ചോദിച്ചാൽ അവർ വിശ്വാസ പോരിൽ, അവരുടെ ഓട്ടത്തിലാണ് അവർ ജയിച്ചത്. നമുക്ക് മുമ്പിൽ ഒരു ഓട്ടം വെച്ചിട്ടുണ്ട്, നമുക്കും ഒരു പോരാട്ടമുണ്ട്. അതിൽ നാമും സ്മൃർണയിലെ ആളുകളെ പോലെ ജയിക്കണം. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 3 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കിക്കൊണ്ട് നമ്മുടെ ഓട്ടം സ്ഥിരതയോടെ ഓടണം. വിശ്വാസത്തിനായി രക്തസാക്ഷിത്വം വഹിക്കേണ്ടി വന്നാലും ഭയപ്പെടാതെ നാം തേജസ്സിലേക്ക് ഉയർത്തപ്പെടും. തേജസ്സിന്റെ വാടാത്ത ഒരു കിരീടം ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. ആ കർത്താവ് ഒരുക്കി വെച്ചിരിക്കുന്നത് കൊണ്ട് പല കിരീടങ്ങൾ കർത്താവ് നമുക്ക് ഒരുക്കി വെച്ചിരിക്കുന്നതായിട്ട് തിരുവചനം നമ്മോട് പറയുന്നുണ്ടല്ലോ. വെളിപ്പാട് പുസ്തകം 2:10 ഇപ്പൊ നമ്മൾ വായിച്ചു ജീവകിരീടം. ഇത് യാക്കോബിന്റെ ലേഖനം 1:12 നാം വായിച്ചു കേട്ടു, ക്രൗൺ ഓഫ് ലൈഫ്. 2 തിമോത്തി 4-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തില് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് അവൻ എനിക്ക് നീതിയുടെ കിരീടം തരുമെന്നാണ്. 2 തിമോത്തി 4:8 നീതിയുടെ കിരീടം, ക്രൗൺ ഓഫ് റൈച്ചസ്നെസ്. 1 കൊരിന്ത്യർ ലേഖനം 9:25 1 പത്രോസ് 5:4 നാം വായിക്കുന്നത് തേജസ്സിന്റെ വാടാത്ത കിരീടം, ക്രൗൺ ഓഫ് ഗ്ലോറി. 1 കൊരിന്ത്യർ ലേഖനം 9:25, പത്രോസിന്റെ 1-ാം ലേഖനം 5-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം, തേജസ്സിന്റെ വാടാത്ത കിരീടം. 1 തെസ്സലോനിക്ക ലേഖനം 2:19 പ്രശംസാ കിരീടം, ക്രൗൺ ഓഫ് റിജോയ്സിങ്. നമുക്ക് വേണ്ടി പല കിരീടങ്ങൾ കർത്താവ് ഒരുക്കി വെച്ചിരിക്കുന്നു. ഇതെല്ലാം ഒരു കിരീടം തന്നെയാണെന്ന് അത് സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ നിങ്ങൾക്ക് ഗ്രഹിക്കാനായിട്ട് സാധിക്കും. ക്രൗൺ ഓഫ് ലൈഫ്, ക്രൗൺ ഓഫ് റൈച്ചസ്നെസ്, ക്രൗൺ ഓഫ് ഗ്ലോറി ആൻഡ് ക്രൗൺ ഓഫ് റിജോയ്സിങ്. ജീവകിരീടം, നീതിയുടെ കിരീടം, തേജസ്സിന്റെ വാടാത്ത കിരീടം, പ്രശംസാ കിരീടം. ദൈവം നമുക്ക് നഷ്ടപ്പെട്ട ആ തേജസ് മടക്കി തരും എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ നമുക്കും പ്രാപിക്കുവാൻ തക്കവണ്ണം ഓടേണ്ടത് ആവശ്യമാണ്. സ്മൃർണയിലുള്ളവർ പ്രാപിക്കുവാൻ തക്കവണ്ണം ഓടിയതുപോലെ നാമും ഈ ജീവകിരീടം പ്രാപിക്കുവാൻ തക്കവണ്ണം ഓടേണ്ടതാണ്. ഈ ഉപദേശമാണ് കർത്താവ് അവർക്ക് നൽകിയത്. അതിനുശേഷം അവർക്കൊരു വെല്ലുവിളി നൽകി. 2-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തില് ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് 2-ാം മരണത്താൽ ദോഷം വരികയില്ല. 2:11 ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് 2-ാം മരണത്താൽ ദോഷം വരികയില്ല. എന്തു തന്നെ സംഭവിച്ചാലും ജയിക്കുന്നവർക്ക് 2-ാം മരണത്താൽ ദോഷം വരികയില്ല എന്ന് ഒരു ഉറപ്പാണ് കർത്താവ് നൽകുന്നത്. വെള്ളസിംഹാസനത്തിന്റെ മുമ്പിലുള്ള കഠിനമായിട്ടുള്ള ന്യായവിധിയിൽ കൂടി കടന്ന് 2-ാം മരണമാകുന്ന തീപ്പൊയ്കയിൽ വീഴേണ്ടി വരികയില്ല എന്ന് കർത്താവ് സ്മുർണ സഭയ്ക്ക് ഉറപ്പ് നൽകി. ജയിച്ചു വന്നാൽ, വിശ്വസ്തരായിരുന്നാൽ, മരണപര്യന്തം വിശ്വസ്തരായിരുന്നാൽ ന്യായവിധിയിലാകാതെ നിത്യജീവൻ പ്രാപിക്കുവാനായിട്ട്, നിത്യജീവന്റെ കിരീടം, നീതിയുടെ കിരീടം, തേജസ്സിന്റെ കിരീടം,
സന്തോഷത്തിൻ്റെ കിരീടം അണിഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ കൂടെ വാഴുവാനായിട്ട് അവൻ നമുക്ക് അവസരം നൽകും. പക്ഷെ ആ കിരീടം നമ്മൾ അവൻ്റെ കാൽക്കലിടും എന്നുള്ളത് വേറൊരു യാഥാർത്ഥ്യം. എന്താണ് ഈ രണ്ടാം മരണം എന്ന് പറഞ്ഞത്? വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യവും 21-ന്റെ 8-ഉം വായിക്കുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. വെളിപ്പാട് 20-ന്റെ 14 ഇങ്ങനെയാണ്: ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം, ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. 21-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ, എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, കൊലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും ഭോഷ്ക് പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധകവും കത്തുന്ന പൊയ്കയിലത്രേ. അത് രണ്ടാമത്തെ മരണം. അതുകൊണ്ട് ഈ തീപ്പൊയ്കയാണ് രണ്ടാമത്തെ മരണം. ആ തീപ്പൊയ്കയിൽ വീഴാതെ, രണ്ടാം മരണത്താൽ ദോഷം വരാതെ നമുക്ക് സന്തോഷത്തോടെ കിരീടം ധരിച്ച് കർത്താവിൻ്റെ കൂടെ വാഴുന്നതിനായിട്ടുള്ള അനുഗ്രഹം കർത്താവ് തരും എന്നാണ് സ്മരണയിലെ സഭയോട് കർത്താവ് പറഞ്ഞത്. സമർപ്പണമുള്ള ഒരു വിശ്വാസിയായിരിക്കുക എന്നത് ചെലവേറിയ ഒരു കാര്യമാണ് എന്ന ഈ കാര്യങ്ങൾ കേട്ടപ്പോൾ നമുക്ക് മനസ്സിലായി കാണും. സമർപ്പണമുള്ള ഡെഡിക്കേറ്റഡ് ക്രിസ്ത്യൻ, കോൺസിക്രേറ്റഡ് ക്രിസ്ത്യൻ ആയിരിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള, വളരെ വില കൊടുക്കേണ്ട, ചെലവേറിയ ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ചില സ്ഥലങ്ങളിൽ മറ്റു ചില സ്ഥലങ്ങളെക്കാൾ വില കൊടുക്കേണ്ടതായിട്ട് വരും. ചില സമയങ്ങളിൽ മറ്റു ചില സമയങ്ങളെക്കാൾ വില കൊടുക്കേണ്ടതായിട്ട് വരും. അന്ത്യകാല സമ്മർദ്ദങ്ങൾ വർദ്ധിക്കുമ്പോൾ പീഡനങ്ങളും ക്രമാതീതമായി വർദ്ധിക്കും. ദൈവജനം എപ്പോഴും കഷ്ടതയ്ക്കായിട്ട് ഒരുങ്ങിയിരിക്കണം. അവരെപ്പോഴും വിശ്വസ്തരായിരിക്കണം. അവർ ജയിക്കുന്നവരായിരിക്കണം. പത്രോസിന്റെ 1-ാം ലേഖനം 4-ാം അധ്യായത്തിന്റെ 12-13 വാക്യങ്ങൾ വായിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയെങ്കിൽ ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് വന്നുകൂടി എന്ന് വെച്ച് അതിശയിച്ചു പോകരുത്. ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകുന്തോറും സന്തോഷിച്ചുകൊള്ളുവീൻ. അങ്ങനെ നിങ്ങൾ അവന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ച് ആനന്ദിപ്പാൻ ഇടവരും. ലോകം നമ്മളെ നോക്കുമ്പോൾ ദരിദ്ര ക്രിസ്ത്യാനികൾ, പൂർ ക്രിസ്ത്യൻസ്, ചിലപ്പോൾ ഫൂളിഷ് ക്രിസ്ത്യൻസ്, വിവരദോഷികളായ ക്രിസ്ത്യാനികൾ, ഭോഷന്മാർ എന്നൊക്കെ നമ്മളെ വിശേഷിപ്പിച്ചു എന്ന് വരാം. എന്നാൽ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ നാം മഹാധനികരും മഹാജ്ഞാനികളുമാണ്. അതുകൊണ്ടാണ് അവൻ ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് ഇത് ശിശുക്കളായിരിക്കുന്ന നമുക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു എന്ന് നാം വായിക്കുന്നത്. അതുകൊണ്ട് നാം എത്ര ജ്ഞാനികളാണ്, എത്ര അനുഗ്രഹിക്കപ്പെട്ടവരാണ്, എത്ര ധനികരാണ് എന്ന് ഓർത്ത് ദൈവത്തിന് സ്തോത്രം നമുക്ക് അർപ്പിക്കാം. നമുക്ക് അവനെ ആരാധിക്കാം. ഈ സഭയ്ക്ക് സംഭവിച്ച തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെയും ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ മരണപര്യന്തം വിശ്വസ്തരായിരിക്കുവാനും ജയാളികളായിരിക്കുവാനും ജീവകിരീടവും രണ്ടാം മരണത്താൽ ദോഷമില്ലാതെ നിത്യതയും പ്രാപിക്കുവാൻ തക്കവണ്ണം കർത്താവ് നമ്മളെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. ഞാൻ നേരത്തെ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളതുപോലെ 100% മാർക്ക് കിട്ടിയ, കുറ്റമൊന്നും പറയാത്ത, മാനസാന്തരപ്പെടുവാൻ ആവശ്യമില്ലാതിരുന്നൊരു സഭയെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. വേണമെങ്കിൽ ഈ സഭയ്ക്ക് നമുക്ക് ക്രൗണ്ട് ചർച്ച് അല്ലെങ്കിൽ ജീവകിരീടം അണിഞ്ഞ സഭ എന്ന് പറയാം. എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും എന്നെ കേൾക്കുന്ന ഓരോരുത്തരെ കുറിച്ചും കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മളും ഈ ജീവന്റെ കിരീടം പ്രാപിക്കണം എന്നാണ്. സ്മരണ സഭയെക്കുറിച്ച് പഠിച്ച കാര്യങ്ങൾ സംക്ഷിപ്തമായിട്ട് ഞാൻ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തട്ടെ. വിശ്വാസത്തിനായി കഠിന പീഡനത്തിലും ദാരിദ്ര്യത്തിലും കൂടി കടന്നുപോയ ഒരു സഭയായിരുന്നു സ്മരണ. സ്മരണ എന്ന് പറഞ്ഞാൽ കയ്പ്, കഷ്ടം എന്നാണ് പദത്തിന്റെ തന്നെ അർത്ഥം. കർത്താവ് തന്നെ ഇവർക്ക് പരിചയപ്പെടുത്തിയത് മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിക്കുകയും ചെയ്ത ആദ്യനും അന്ത്യനുമായവൻ എന്നാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിത സാഹചര്യങ്ങളുമായി കഷ്ടതയും കയ്പുമായി പൊരുത്തപ്പെടുന്ന നമ്മളോടൊപ്പം ഇരിക്കുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. ഏത് താഴ്വരയിൽ കൂടി കടന്നുപോയാലും അവൻ നമ്മോട് കൂടി ഇരിക്കുന്നു. സ്മരണ സഭയ്ക്ക് കൊടുത്ത ഒരു അപ്രൂവൽ ഓർക്കുക. നിന്റെ കഷ്ടതയും ദാരിദ്ര്യവും സാത്താന്റെ പള്ളിക്കാരുടെ ദൂഷണവും ഞാൻ അറിയുന്നു. ഞാനൊരു ബ്രാക്കറ്റ് ഇട്ടിട്ട് പറയുകയാണ്, പുറമേ നോക്കുമ്പോൾ കഷ്ടതയും ദാരിദ്ര്യവും ഉണ്ടെങ്കിലും നീ ധനവാനാകുന്നു താനും. മൂന്നാമതായിട്ട് ഈ സഭയെക്കുറിച്ച് കുറ്റമൊന്നും പറഞ്ഞില്ല. നാലാമത് അവർക്കൊരു അഡ്മോണിഷൻ അല്ലെങ്കിൽ ഒരു ഉപദേശം നൽകി. അവരോട് പറഞ്ഞ ഉപദേശം, പേടിക്കേണ്ട, കഷ്ടതയെയും ദാരിദ്ര്യത്തെയും സാത്താന്റെ ദൂഷണത്തെയും ഒന്നും പേടിക്കേണ്ടതായിട്ടില്ല. ഉപദ്രവം 10 ദിവസത്തേക്കേ ഉണ്ടാകുകയുള്ളൂ. സ്മോൾ പീരീഡ് ഓഫ് ടൈം, കുറച്ചു കാലത്തേക്ക് മാത്രമേ ഉപദ്രവം ഉണ്ടാകുകയുള്ളൂ. എന്നാൽ മരണപര്യന്തം വിശ്വസ്തരായിരിക്കുക. ഇതുവരെ വിശ്വസ്തരായിരുന്നു, തുടർന്നും മരണം വരെ അല്ലെങ്കിൽ കർത്താവിന്റെ വരവ് വരെ വിശ്വസ്തരായിരിക്കണം. അവസാനത്തോളം വിശ്വസ്തരായിരിക്കണം. ആൻഡ് ഫൈനലി ഒരു വെല്ലുവിളി അവർക്ക് നൽകി, മരണപര്യന്തം വിശ്വസ്തനായിരുന്നാൽ ജീവകിരീടം നിനക്ക് തരും. ജയിക്കുന്നവന് രണ്ടാം മരണത്താൽ ദോഷം വരികയില്ല. നമുക്ക് ജീവകിരീടം പ്രാപിക്കത്തക്ക തരത്തിൽ
രണ്ടാം മരണത്താൽ ദോഷം വരാത്തവരായിട്ടിരിക്കുവാനായിട്ട് കർത്താവിന് കൃപ ലഭിക്കട്ടെ. നമുക്ക് വിശ്വസ്തരായിട്ട്, മരണപര്യന്തം വിശ്വസ്തരായിട്ട്, ജയാളികളായിട്ട് മുന്നോട്ട് പോകുവാൻ കർത്താവിൻ്റെ കൃപയ്ക്ക് വേണ്ടി അപേക്ഷിക്കാം. നമ്മളെ തന്നെ അവരുടെ കരങ്ങളിൽ സമർപ്പിക്കാം. കർത്താവേ, സ്വർഗ്ഗസ്ഥപിതാവേ, തിരുവചനത്തിനായിട്ട് സ്തോത്രം. സ്മരണ സഭയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കൃപയിൽ ആശ്രയിച്ച് അവർ ജയാളികളായതുപോലെ, അവര് കിരീടം ചൂടിയതുപോലെ, കർത്താവെ അവര് തീപ്പൊയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് നിത്യതയിൽ പ്രവേശിച്ചതുപോലെ ഞങ്ങളും കർത്താവെ ഇതിൻ്റെ കൂടെ ജയാളികളായിട്ട് നിത്യതയിലേക്ക്, നിത്യജീവനിലേക്ക് പ്രവേശിക്കുന്നതായി തീരുവാൻ തക്കവണ്ണം അവിടുത്തെ കൃപ ഞങ്ങളുടെ കൂടെ ഇരിക്കണം. നീ ഞങ്ങളുടെ കൂടെ ഇരിക്കുന്നവനായതുകൊണ്ട്, ആദ്യനും അന്ത്യനുമായതുകൊണ്ട്, മരണത്തെ ജയിച്ചവനായതുകൊണ്ട് കർത്താവ്, ഞങ്ങൾ നിന്നിൽ ശരണപ്പെടുന്നു, സന്തോഷിക്കുന്നു, ഞങ്ങളെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. തിരുനാമത്തെ മഹത്വപ്പെടുത്തണം. എല്ലാ സ്തോത്രവും എല്ലാ ആരാധനയും അങ്ങേക്ക് അർപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.